ഹായ് ഹലോ. ഇന്ന് കുഞ്ഞം ജോലിക്ക് പോയിട്ടോ. പോയതിന് ശേഷമാണ് ഞാൻ വീഡിയോസൊക്കെ എടുക്കാൻ തുടങ്ങിയത്. അപ്പോൾ അടുക്കളയിൽ ഇനി കുറച്ച് ജോലിയൊക്കെ ഉള്ളൂ കേട്ടോ. ഞങ്ങളിനി ഫുഡൊന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ ഞാനാണെങ്കിൽ ഇങ്ങനെ നമ്മുടെ പച്ചക്കറിയൊക്കെ നട്ടു വെച്ചിട്ടുണ്ടല്ലോ, നമ്മുടെ പച്ചക്കറി തോട്ടം അത് നോക്കി ഇങ്ങനെ നിൽക്കുകയായിരുന്നു. ഇത് ഒരു ദിവസം ഓരോ ദിവസം ഇത് ഓരോന്ന് പോവും, ചിലത് വരും, അങ്ങനെയൊക്കെയാണ്. അന്നേരം ഞാൻ അത് പറഞ്ഞുകൊണ്ടൊക്കെ നിൽക്കുകയായിരുന്നു മമ്മിയെടുത്ത്. നമ്മളിനി ഇത് എന്തൊക്കെയാണ് ചെയ്യേണ്ടുന്നത്, ഇതിനി കിളിച്ച് വരുമോ എന്നൊക്കെയുള്ള രീതിയിൽ. എന്നിട്ട് നമ്മുടെ ഒരു വെള്ളരിക്കകത്ത് ചെറിയൊരു പിഞ്ച് പോലെ പിടിച്ചിട്ടുണ്ട്. അതവിടെ ഉണ്ടോ ഇല്ലയോ എന്ന് ഞാൻ പോയി നോക്കി. ഉണ്ട് കേട്ടോ. ഇതുവരെയും അത് പഴുത്ത് പോയിട്ടില്ല. ചിലതൊക്കെ നമ്മൾ ആദ്യമായിട്ട് പിടിക്കുന്നത് പഴുത്തങ്ങ് പോകാറാണല്ലോ പതിവ്. ഇതിനകത്ത് പൂവുണ്ടെങ്കിലും ഒരു കാ മാത്രമേ പിടിച്ചിട്ടുള്ളൂ. അതെന്തായാലും കുഴപ്പമില്ലാതെയൊക്കെ നിൽക്കുന്നു. അത് പിടിച്ചാൽ മതിയായിരുന്നു കേട്ടോ. ഇച്ചിരി കുഞ്ഞൊരു ഇതായി വന്നതല്ലേ ഉള്ളൂ, അപ്പോഴത്തേക്ക് അത് പൂ പിടിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അതൊക്കെ നോക്കി നിന്നിട്ട് പിന്നീട് ഞങ്ങൾക്ക് ഫുഡ് കഴിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ പോവുമായിരുന്നു. നമുക്ക് അപ്പമായിരുന്നു. അപ്പവും പിന്നെ ഇന്നലത്തെ എന്താ പറയുക, നമ്മുടെ ബീഫ് കറി ഉണ്ടായിരുന്നു. പിന്നെ അതും കൂട്ടി കഴിക്കാമെന്നായിരുന്നു. പിന്നെ മുട്ടക്കറിയുടെ ബാലൻസ് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഇത് രണ്ടും ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് വേറെ കറികളൊന്നും വേണ്ടല്ലോ. അതുകൊണ്ട് ഞങ്ങൾ അപ്പം മാത്രമേ ഉണ്ടാക്കിയുള്ളൂ. കറി ഇന്നലത്തെ തന്നെയാണ് കേട്ടോ എടുക്കുന്നതും. അങ്ങനെ പിന്നെ അപ്പത്തിൻ്റെ മാവിൻ്റെ റെസിപ്പീസ് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇടാൻ എനിക്ക് പറ്റിയില്ല, എടുക്കാൻ പറ്റിയില്ല. എന്തെന്ന് വെച്ചാൽ അപ്പത്തിന് മാവിനുള്ളത് മമ്മിയാണ് കേട്ടോ അരച്ച് വെച്ചത്. അപ്പോഴേ എൻ്റെ അടുത്ത് പറഞ്ഞില്ല. അതിന് മുന്നേ എടുത്ത് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ഇടുന്നതിന് മുന്നേയൊക്കെ നിങ്ങളെ കാണിക്കണമല്ലോ. പിന്നീട് അതുകൊണ്ടായിരുന്നു ഞാൻ പിന്നെ എടുക്കാഞ്ഞത്. ഞാൻ ഇടുമ്പം കാണിക്കാം കേട്ടോ. ഞാൻ മറന്നു പോയില്ലെങ്കിൽ കാണിക്കാം. ഞാൻ ശരിക്കും പറഞ്ഞാൽ മറന്നു പോകും ചിലപ്പോഴൊക്കെ. അങ്ങനെ പിന്നെ ഇതാ അപ്പമൊക്കെ ചുട്ടു. ഞങ്ങൾ പിന്നെ ഫുഡ് കഴിച്ചു. ഇച്ചിരി ബീഫ് കറിയും പിന്നെ കുറച്ച് മുട്ടക്കറിയും എടുത്തിട്ടുണ്ടായിരുന്നു. രണ്ടും കൂടെ ചേർത്തിട്ടാണ് കഴിക്കുന്നത് കേട്ടോ. എനിക്ക് വായിക്ക് നല്ല കയർപ്പ് കാരണം എനിക്ക് ടേസ്റ്റൊന്നും അങ്ങോട്ട് അറിയാനേ പറ്റുന്നില്ല. എന്താണെന്നറിയില്ല കേട്ടോ. പനിക്ക് എന്തെങ്കിലും ആണോ എന്ന് അറിയത്തില്ല. പക്ഷേ പനിയും കാര്യങ്ങളൊന്നും ചൂടൊന്നും ഇല്ല. പക്ഷെ നല്ല കവർപ്പ് അത്രയേ ഉള്ളൂ കേട്ടോ. അതുകൊണ്ട് ഫുഡിൻ്റെ ടേസ്റ്റൊന്നും അറിയാത്തതുകൊണ്ട് ഞാനിങ്ങനെ എന്നാലും വിശപ്പ് കൊണ്ടങ്ങ് കഴിക്കുകയാണ് എന്നേ ഉള്ളൂ കേട്ടോ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നത് മമ്മി കഴുകി വെച്ചു കേട്ടോ. ഞാനതുകൊണ്ട് പാത്രം കഴുകാനൊന്നും പോയില്ല. അവിടെയൊക്കെ തുടയ്ക്കാനൊക്കെ ഉണ്ടായിരുന്നത്. പിന്നെ ഞാൻ തുടച്ചൊക്കെ ഒന്ന് വൃത്തിയാക്കി. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് മമ്മി അടുത്ത പണി തുടങ്ങിയിട്ടുണ്ട്. ഇന്ന് മമ്മി പോവുക കേട്ടോ. അതിൻ്റെ ഒരുക്കങ്ങളാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. പോകുന്നതിന് മുന്നേ ഞാനിവിടെ തൂത്ത് തുടച്ച് വൃത്തിയാക്കിയിട്ടേ പോകുന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടാണ്. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞാലും ആൾ കേൾക്കത്തേ ഇല്ല കേട്ടോ. അപ്പോൾ ആദ്യം തൂക്കലൊക്കെ കഴിഞ്ഞു. അവിടെ എല്ലാം അടിച്ച് വാരി തൂത്ത് വാരിയതിന് ശേഷം പിന്നീട് തുടയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. തുടയ്ക്കാൻ ഇങ്ങനെ ക്ലീൻ ചെയ്യുന്നതൊക്കെ മമ്മിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കും. ഞാനിങ്ങനെ എപ്പോഴും വഴക്ക് പറയും, എന്തിനാമോ വയ്യാണ്ട് ഇങ്ങനെ ഓരോന്നോരോന്ന് ചെയ്യുന്നേ, നമ്മുടെ ശരീരം നമ്മൾ നോക്കണ്ടേ എന്നൊക്കെ പറഞ്ഞാലും എവിടെ കേൾക്കാനാണ്. എൻ്റെ അടുത്ത് പറയുന്നത് എനിക്ക് ഇങ്ങനെ അനങ്ങാതിരിക്കുവാണെങ്കിൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്, എനിക്ക് കാലുവേദന കൈവേദനയാന്നൊക്കെ പറയും കേട്ടോ. ജോലി ചെയ്യുവാണെങ്കിൽ എനിക്കൊരു കുഴപ്പമില്ല എന്നൊക്കെയാണ് ആൾ പറയുന്നത്. അങ്ങനെ എന്നെ കയറ്റി കട്ടിലിൽ ഇരുത്തിയതിന് ശേഷം എടുത്ത് ഇറങ്ങി പോകരുത് എന്നും പറഞ്ഞിട്ടാണ് കേട്ടോ തുടയ്ക്കാൻ തുടങ്ങിയത്. അത് എൻ്റെ അടുത്ത് പറഞ്ഞു, ഇനി ഇവിടെ ഉണങ്ങുന്നത് വരെ നീ ഇറങ്ങരുത്, ഇനി ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ തെറ്റിയടിച്ചങ്ങനെ വീഴും, പിന്നെ പണിയാവും, അതുകൊണ്ട് ഇറങ്ങാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് എന്നെ പേടിപ്പിക്കും കേട്ടോ. എന്നിട്ടാണ് തുടയ്ക്കുകയൊക്കെ ചെയ്യുന്നത്. തുടച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പിന്നെ കുറച്ച് നേരമായിട്ടും ആളെ കാണുന്നില്ല. അങ്ങനെ പിന്നെ ഞാൻ പോയി നോക്കിയപ്പോൾ അടുക്കള ഭാഗത്തൊന്നും ഇല്ല. പിന്നെ ഫ്രണ്ടിൽ വന്ന് നോക്കിയപ്പോഴത്തേക്ക് ഇതാ ഒരു പിച്ചാത്തിയും കയ്യിൽ പിടിച്ചുകൊണ്ട് നിൽപ്പുണ്ട്. ചവിട്ടിയെല്ലാം കഴുകിയിട്ട് കേട്ടോ. അന്നേരം പിച്ചാത്തിയും കൊണ്ട് നടന്ന് ഈ ഒരു സൈഡ് മൊത്തവും വൃത്തിയാക്കി. പോച്ച ഈ ഈ പുരയിടത്തെ പോച്ച നമ്മുടെ ഇങ്ങോട്ട് സൈഡിലോട്ട് കയറും കേട്ടോ പടർന്ന്. അങ്ങനെ അതെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഇതാ അയ്യത്ത് പോച്ച പറിക്കാൻ ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞ് വഴക്ക് പറഞ്ഞു, എന്തിനാമ്മ ഈ വെയിലത്ത് കിടന്ന് ഇങ്ങനെ ചെയ്യുന്നേ, നല്ല വെയിലാണ്, നല്ല തലവേദന കൂടും. ഒന്നാതെ നല്ല വെളുവിളാന്നിരുന്ന ആളാണ്, ഇപ്പോൾ ഇതാ കരിക്കെട്ട് പോലെ ഇരിക്കുകയാണ്. ഞാനിങ്ങനെ പറഞ്ഞ് കളിയാക്കുകയാണ് കേട്ടോ. കാരണം നല്ല കളറുണ്ടായിരുന്നു, എന്നെപ്പോലൊന്നും അല്ലായിരുന്നു, നല്ല കളറായിരുന്നു മമ്മിക്ക്, നല്ല വെളുത്തിരിക്കുമായിരുന്നു. ഇപ്പോൾ ഈ ജോലിക്കൊക്കെ പോകുന്നതുകൊണ്ട് പുറത്തൊക്കെയല്ലേ ജോലിയൊക്കെ ചെയ്യുന്നത്. അങ്ങനെ പിന്നെ കൈയൊക്കെ കറുത്ത് കഷ്ടം, എനിക്ക് കാണുമ്പോൾ പാവം തോന്നും. അമ്മയുടെ ആയാലും അങ്ങനെയൊക്കെ തന്നെ കേട്ടോ. അങ്ങനെ പിന്നെ ഇതാ പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ വഴക്ക് പറഞ്ഞെങ്കിൽ വിളിച്ചുകൊണ്ട് വന്നു കേട്ടോ. ഇല്ലെങ്കിൽ പിന്നെയും അങ്ങോട്ടും ഓരോന്ന് ചെയ്ത് പോയാനേ. അങ്ങനെ പിന്നെ പറഞ്ഞു, എന്നാൽ ഞാൻ പോയി കുളിച്ചിട്ടൊക്കെ വരാമെന്നും പറഞ്ഞിട്ട് ആൾ പോയി കുളിച്ചിട്ടൊക്കെ വന്നു. അത് കഴിഞ്ഞിട്ട് തുണി കഴുകാൻ വേണ്ടി ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്കത് എടുത്തൊക്കെ തന്നു കേട്ടോ. പിന്നെ ഇതാ അവിടെ കുറേയൊക്കെ ഞാൻ ഇവിടെ വിരിച്ചിടുന്നുണ്ട്. ബാക്കിയൊക്കെ മമ്മി അങ്ങ് ഫ്രണ്ടിൽ കൊണ്ടുപോയി വിരിച്ചിടുന്നുണ്ട് കേട്ടോ. ഹാങ്ങറൊക്കെ എടുത്തിട്ട് ഹാങ്ങറിനകത്ത് ഇടുവാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ സ്ഥലം ലാഭിക്കാമല്ലോ. അതുകൊണ്ട് ഞാൻ കൂടുതലും ഹാങ്ങറിനകത്താണ് പിന്നെ തുണിയൊക്കെ ഇടാറുള്ളത് കേട്ടോ. ഉണങ്ങാൻ വേണ്ടിയിട്ടൊക്കെ ആയാലും നമുക്ക് അവിടെ ഫ്രണ്ടിൽ
പിന്നെ ഈ കാർ പോർച്ചാണെങ്കിലും അവിടേക്ക് അയ കെട്ടാൻ പറ്റും. പക്ഷേ അതിൽ കൂടെ എപ്പോഴും വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും പോകും കേട്ടോ. അപ്പുറത്തോറ വണ്ടിയും ഇപ്പുറത്തോറ വണ്ടിയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട്. നമുക്ക് അവിടെ അയ കെട്ടി ഇടാൻ പറ്റത്തില്ല തുണികളൊക്കെ. പിന്നീട് നമുക്ക് പുറത്തോട്ട് മുറ്റത്തോട്ടൊരു സൈഡിൽ അയ കെട്ടിയിട്ടുണ്ട്. അത് ചെറിയ ഒരെണ്ണമാണ്, അതിനകത്ത് നമുക്ക് ഒരുപാട് തുണി ഇടാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാനിങ്ങനെ ഹാങ്ങറിനകത്ത് കൊരുത്താണ് ഇടുന്നത്. പിന്നെ നമ്മുടെ അടുക്കള ഭാഗത്ത് ഇങ്ങനൊരു നേരത്തെ ഒരാശ ഉണ്ടായിരുന്നു. പിന്നെ നേരത്തെ താമസിച്ചിരുന്നിട്ട് കെട്ടിയിരുന്നതാണെന്ന് തോന്നുന്നു. ഞാനത് അഴിച്ചില്ല. അത് എന്തായാലും കെട്ടിയത് കാര്യമായി. നമുക്ക് മഴയൊക്കെ പെയ്യുവാണെങ്കിൽ ജസ്റ്റ് അങ്ങോട്ടെടുത്ത് ഇടാമല്ലോ. അങ്ങനെ തുണിയൊക്കെ വിരിച്ചിട്ടിട്ട് പിന്നീട് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ ഒരുങ്ങി. അവിയലായിരുന്നു കേട്ടോ വെച്ചത്. അവിയലും പിന്നെ നമുക്കിവിടെ ബീഫ് കറി ഉണ്ടായിരുന്നല്ലോ അതും. പിന്നെന്തായിരുന്നു, അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എനിക്ക് അച്ചാർ കഴിക്കാൻ കൊതിയാവുന്നു. പക്ഷെ അച്ചാർ അങ്ങനെ അധികം കഴിക്കാൻ പാടില്ല. എനിക്ക് നേരത്തെ ചെറിയ പാൻക്രിയാസിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അതിനകത്ത് ഇങ്ങനെ ചെറിയ തരിതരിയായിട്ട് സ്റ്റോൺ പോലെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഈ അച്ചാറൊക്കെ ഒഴിവാക്കണമെന്ന് ഡോക്ടർ പറഞ്ഞായിരുന്നു. ഇപ്പം എനിക്ക് ഇല്ല, പക്ഷെ വേദന ഉണ്ട് കേട്ടോ. എനിക്ക് സ്കാൻ ചെയ്തപ്പോൾ എനിക്ക് കുഴപ്പമില്ല, നോർമൽ ആയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് വേദന വരാറുണ്ട്. അതുകൊണ്ട് ഞാൻ പിന്നെ പേടിച്ചങ്ങനെ അച്ചാർ അങ്ങനെ അധികം കഴിയില്ല. പിന്നെ ഇവിടെ കുഞ്ഞനാണെങ്കിൽ തീരെ അച്ചാർ ഇഷ്ടമല്ല കേട്ടോ. അച്ചാർ അങ്ങനെ ഇഷ്ടേ അല്ല. ബീഫ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, അങ്ങനെ മീനച്ചാർ അതൊക്കെയാണ് കുഞ്ഞന് ഇഷ്ടം. പക്ഷേ എനിക്ക് അച്ചാറിനോട് ഭയങ്കര ഇഷ്ടമാണ്. മാങ്ങ അച്ചാർ, നാരങ്ങ ഇടുവാണെങ്കിൽ വെള്ളക്കിടുമല്ലോ, അത് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് അച്ചാറുകൾ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ എന്തോ ഈ കുഞ്ഞൻ കഴിക്കാത്തതുകൊണ്ടാണ് ഞാനും പിന്നെ ഇവിടെ ഉണ്ടാക്കിയൊന്നും വെക്കാത്തത്. പിന്നെ ഇടയ്ക്ക് വീട്ടിൽ ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ അമ്മയടുത്തോ പറയും ഇതുകൊണ്ട് കൊണ്ടുവരണേന്ന്. അങ്ങനെ എനിക്ക് ഇച്ചിരി കൊണ്ടുവരാറുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് പിന്നെ പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ഞാൻ കഴുകി വെച്ചു. മമ്മി അപ്പോഴത്തേക്ക് ഒരുങ്ങാൻ പോയി, സമയം പോയെന്നും പറഞ്ഞിട്ട് പിന്നെ പെട്ടെന്ന് റെഡി ആവുമായിരുന്നു കേട്ടോ. അങ്ങനെ ആളിവിടെ ഒരുങ്ങിക്കൊണ്ടൊക്കെ നിൽക്കുകയാണ്. മുടിയൊക്കെ ചീവിക്കൊണ്ടൊക്കെ നിൽക്കുകയാണ് കേട്ടോ. നല്ല മുടി ഉണ്ടായിരുന്നു, എല്ലാം പോയി. പണ്ട് ഇഷ്ടംപോലെ മുടി ഉണ്ടായിരുന്നു കേട്ടോ. എപ്പോഴും പറയും നിൻ്റെ കണ്ണ് വെച്ചിട്ടാണ് എനിക്ക് പോയെന്നൊക്കെ പറയും. ഞാൻ പറഞ്ഞു കാർക്കൂന്തലങ്ങ് ചീകി ഇത് മൊത്തം പോകുമല്ലോ എന്നൊക്കെ. അങ്ങനെ കളിയടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ പെട്ടെന്ന് റെഡിയായിട്ട് പിന്നീട് പോകാനൊക്കെ ഉള്ള ഒരുക്കത്തിലായിരുന്നു. അങ്ങനെ പോയി. എൻ്റെ ഒരു പഴയ കുക്കർ പണ്ട് നമ്മുടെ അവിടുത്തെ പഴയ വീട്ടിൽ നിന്ന സമയത്ത് ഇങ്ങനെ മേളോട്ട് അതിൻ്റെ എന്തായിരുന്നു സേഫ്റ്റി വാൾവോ എന്തോ പോയിട്ട് അങ്ങനെ ചീത്തയായിട്ടുണ്ടായിരുന്നല്ലോ, അതിവിടെ ഇരിക്കുകയായിരുന്നു. അത് ഞാൻ പിന്നെ മമ്മിയുടെ കൊടുത്തിട്ടു. ഇവിടെ നിന്ന് കൊടുത്ത് ശരിയാക്കാൻ ഇവിടെ കടകളൊന്നും എനിക്ക് എവിടെയാണെന്ന് പോലും അറിയത്തില്ല. അവിടെ കാണാൻ കൊടുത്ത് ശരിയാക്കാമെന്നും പറഞ്ഞിട്ട് പിന്നെ ഞാൻ ആ കുക്കറൊക്കെ കൊടുത്തു വിട്ടു കേട്ടോ. അങ്ങനെ പിന്നെ അതൊക്കെ കൊണ്ടങ്ങ് പോയി. പോകുന്ന വഴിക്ക് ചവിട്ടിയൊക്കെ എടുത്ത് ഞാൻ തിരിച്ചിട്ടോളാം എന്ന് പറഞ്ഞിട്ടും ഇല്ല, കേൾക്കത്തില്ല. അത് ഞാൻ തിരിച്ചിട്ടോളാം എന്നും പറഞ്ഞിട്ട് എല്ലാം എടുത്ത് റെഡിയാക്കിയൊക്കെ ഇടുമായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ മമ്മി പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. എനിക്ക് അറിയത്തില്ല, 2-3 ദിവസമായിട്ട് കാര്യം പറയാനൊക്കെ ആളുള്ളത് കൊണ്ട് എനിക്ക് പിന്നീടായപ്പം ഭയങ്കര സങ്കടം പോലെയൊക്കെ ആയിരുന്നു. ഞാൻ കുറച്ച് നേരം കിടന്നു കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ വിചാരിച്ചു എനിക്കങ്ങ് എന്തോ പോലെയൊക്കെ തോന്നുമായിരുന്നു. അങ്ങനെ പിന്നെ ഞാൻ ഇച്ചിരി വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന പാപ്പം ഇരിപ്പുണ്ടല്ലോ, അങ്ങനെ അതിൽ നിന്നൊക്കെ ഇച്ചിരി എടുത്തിട്ട് ഞാൻ കൊണ്ടുവന്നിട്ട് പിന്നെ അത് കഴിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ നമ്മുടെ ലെറ്ററിൻ്റെ കാര്യം ഞാൻ ഇതിനു മുന്നേ പറഞ്ഞല്ലോ, ഉടനെ അത് ഇടണമെന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ എഴുതി 3 എണ്ണം ആക്കി വെച്ചിട്ടുണ്ട്. 3 പേർക്കുള്ളത് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷേ എന്ത് ചെയ്യാൻ, എനിക്കത് അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നില്ല. ഉടനെ തന്നെ ചെയ്യുന്നതായിരിക്കും. കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എഴുതുന്ന കാര്യം പറഞ്ഞിട്ട് ഒന്നും ആയില്ലേ എന്നൊക്കെയുള്ള രീതിയിൽ. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ എഴുതിയൊക്കെ റെഡിയാക്കി വെച്ചേക്കാണ്. പക്ഷേ അപ്ലോഡിങ്ങിൻ്റെ ആ ഒരു കാര്യമാണ് ഇങ്ങനെ പെൻഡിങ്ങിൽ കിടക്കുന്നത്. നോക്കട്ടെ കേട്ടോ, പെട്ടെന്നാക്കാൻ നോക്കാം. അങ്ങനെ പിന്നെ ഞാൻ അതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. എന്നിട്ട് പിന്നെ നമുക്കിടെ ബർത്ത്ഡേ വിഷസൊക്കെ അറിയിക്കാനുള്ളവരുടെയൊക്കെ ജസ്റ്റ് പേരൊക്കെ നോക്കുമായിരുന്നു. അപ്പോൾ അതൊക്കെ എഴുതി വെക്കാനൊക്കെ ഉള്ളത് എഴുതി വെക്കുകയും എടുക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. പിന്നീട് അവിടെ കുറച്ച് നേരം ഇരുന്ന് അങ്ങനെയൊക്കെ ഓരോന്നും ചെയ്തുകൊണ്ടിരുന്നിട്ട് പിന്നീട് വൈകുന്നേരം ആയപ്പോഴത്തേക്ക് പിന്നെ തുണികളൊക്കെ ഒരുവിധം ഉണങ്ങിയിട്ടുണ്ടായിരുന്നു. താമസിച്ച് കൊണ്ടിട്ടതുകൊണ്ട് ലേശം ഒന്നും കൂടെ ഒന്ന് ഉണങ്ങാനൊക്കെ ഉണ്ടായിരുന്നു. ചിലതൊക്കെ നന്നായിട്ട് ഉണങ്ങി കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ അതൊക്കെ ഒന്ന് എടുത്ത് ഇടുന്നുണ്ട്. ഇല്ലെങ്കിൽ പിന്നെ വെയിൽ താന്നു കഴിഞ്ഞാൽ പിന്നീട് തണുപ്പാവുമല്ലോ. അതുകൊണ്ട് പിന്നെ അതൊക്കെ എടുത്തിട്ട് പിന്നെ ചവിട്ടികളൊക്കെ എല്ലാം കഴുകിയിട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അതെല്ലാം വെളിയിൽ കിടക്കുന്നതുകൊണ്ട് നമുക്കിവിടെ ബാത്റൂമിലൊക്കെ കയറിയിട്ട് ഇറങ്ങുമ്പോഴും നല്ല ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. ഞാൻ പിന്നെ ഒന്ന് ഉണങ്ങട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇട്ടേക്കുമായിരുന്നു. അങ്ങനെ പിന്നെ അതും എടുത്തിട്ട് വന്ന് എല്ലായിടത്തും കൊണ്ടുവന്ന് ഇടുന്നുണ്ട്. പിന്നെ നമ്മുടെ ഫാമിലി മെമ്പറായ ഹരിത അഖിലിൻ്റെ വെഡിങ് ആനിവേഴ്സറിയാണ് നവംബർ 14 പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മുടെ ഫാമിലിയുടെയും വിഷസ് അറിയിക്കുകയാണ്. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. ഒരുപാട് നാളിങ്ങനെ സന്തോഷമായിട്ട് ജീവിക്കാൻ നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നമ്മുടെ ചാനലൊന്ന് സബ് ചെയ്യാനും ഇഷ്ടപ്പെട്ടാന്ന് ഷെയർ ചെയ്യാനും മറക്കരുത്. മറ്റൊരു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ടാറ്റാ ബൈ, സീ യു.